ഒരു പ്രാവശ്യം നിങ്ങൾ സത്യയിൽ പോയി. നിർബന്ധ പ്രാർത്ഥന, ഫർസ് നമാസും സത്യയും നീളമുള്ളതായിരുന്നു. അവിടത്തോളം നീണ്ടു നിന്നതുകൊണ്ട് സഹാബാക്കൾ കരുതി അല്ലാഹുവിന്റെ പ്രവാചകൻ അന്തരിച്ചു എന്ന്. അബ്ദുല്ല ബിൻ മസൂദ് പറയുന്നു, ഞാൻ ആദ്യ വരിയിൽ നിന്നിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, എന്തോ സംഭവിച്ചോ എന്ന് കണ്ടു. ഹസനും ഹുസൈനും എന്റെ നബിയുടെ പിൻഭാഗത്ത് കയറി ഇരിക്കുന്നു. അതുകൊണ്ട് എന്റെ നബി സത്യയിൽ നിന്ന് തല ഉയർത്തിയില്ല. ഇങ്ങനെ ചെയ്താൽ കുട്ടികൾ നിങ്ങളെ സ്നേഹിക്കും. കുട്ടികൾക്ക് നമ്മളെ പേടിയില്ലെന്ന് നിങ്ങൾ പറയുന്നു. അതിനാൽ ഞാൻ കുട്ടികളെ താഴെ ഇറക്കാൻ വേണ്ടി അവർ കൈകൾ മുന്നോട്ട് വച്ചു. അപ്പോൾ എന്നെ നോക്കൂ, നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ സുജൂദ് ചെയ്യുന്നു. എന്റെ കുട്ടികളെ താഴെ ഇറക്കാൻ ഒരു കൈ മുന്നോട്ട് വരുന്നത് നിങ്ങൾ ഇവിടെ നിന്നും അവിടെ നിന്നും കണ്ടു. അതിനാൽ നിങ്ങൾ ഇത് സുജൂദ് ചെയ്തു. നിങ്ങൾ ഇത് കാണുന്നു. അവർ പിന്നോട്ട് മാറി. എന്റെ പ്രവാചകൻ സ്വയം താഴെയിറങ്ങുന്നതുവരെ സുജൂദിൽ നിന്ന് തല ഉയർത്തിയില്ല. അദ്ദേഹം പ്രാർത്ഥന പൂർത്തിയാക്കിയ ഉടനെ രണ്ടുപേരെയും മടിയിൽ എടുത്തു പറഞ്ഞു, ഇപ്പോൾ നമ്മൾ അബൂ ഉമയ്യയിലേക്കാണ്. എന്റെ ജീവൻ ഇരുവരുടെയും ത്യജിക്കാം. ഇവർ എന്റെ ഹൃദയത്തിന്റെ ഭാഗങ്ങളാണ്. ഇവർക്കൊന്നും ദുഃഖം സംഭവിക്കരുത്. എന്താണ് കാണുന്നത്? ഒരാൾ വിഷം കഴിച്ച് വേദനയിൽ മരിക്കും. മറ്റൊരാളുടെ തല വെട്ടിക്കുന്തത്തിൽ കയറ്റപ്പെടും. നിങ്ങൾക്ക് മക്കളുടെ സ്നേഹം ഉണ്ടായിരുന്നു. നബി നിങ്ങൾ പോകുന്ന ദിവസം തിങ്കളാഴ്ച, 12 റബിയുൽ അവൽ 11 ഹിജ്രി 611 ക്രിസ്തുവർഷം ജൂൺ 6 തീയതി. നിങ്ങൾ എല്ലാ ഭാര്യമാരെയും വിളിച്ചു സമാധാനത്തോടെ കണ്ടുമുട്ടി വിട പറഞ്ഞു. ഫാത്തിമയെ വിളിച്ചു അവരുടെ ചെവിയിൽ പറഞ്ഞു, മകളെ, ഞാൻ പോകുകയാണ്. അവർ കരയാൻ തുടങ്ങി. പറഞ്ഞു, കരയേണ്ട, നീയും ഉടൻ എന്റെ അടുത്ത് വരും. 6 മാസത്തിന് ശേഷം വെറും 21 വയസ്സിൽ ഹസ്രത്ത് ഫാത്തിമയുടെ മരണം സംഭവിച്ചു. പിന്നെ നിങ്ങൾ അലിയെ വിളിച്ചു, പിന്നെ ഹസൻ, ഹുസൈൻ എന്നിവരെയും. അവരെ ഇങ്ങനെ ചേർത്തു, വെള്ളം പോലെ കണ്ണുനീർ ഒഴുകി. നിങ്ങൾ മുന്നോട്ട് നോക്കി ഒരു കുട്ടിയുടെ തല വെട്ടി കുന്തത്തിൽ കയറ്റിയതും മറ്റൊന്ന് വിഷം കഴിച്ച് വേദനയിൽ കിടക്കുന്നതും കണ്ടു. എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ വിധിയിൽ സംതൃപ്തനായി. കുറച്ചു നേരം കഴിഞ്ഞ് ജിബ്രയിൽ വന്നു, യാ റസൂലുള്ള, മരണദൂത് പുറത്താണ്, അകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. മരണം പോലും അനുമതി ചോദിച്ചു വരേണ്ടിടത്ത് ആ മഹത്വത്തോട് സ്നേഹിക്കാതെ മറ്റാരോടാണ് സ്നേഹിക്കേണ്ടത്? മലകുൽ മൗത്ത് പോലും അനുമതി വാങ്ങി അകത്തേക്ക് വന്നു. ഒടുവിൽ പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലുള്ള. നിങ്ങൾ പറഞ്ഞു, വലൈക്കും സലാം. അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ള, നിങ്ങൾ തന്നെയാണ് ഞാൻ ആദ്യം സലാം പറയുന്ന മഹത്വം. ഞാൻ പ്രവാചകരുടെ ജീവൻ എടുത്തിട്ടുണ്ട്. സത്യന്മാരിൽ ആരെയും ഞാൻ സലാം ചെയ്തിട്ടില്ല. നിങ്ങൾ തന്നെയാണ് ഞാൻ ആദ്യം സലാം പറയുന്നവൻ. യാ റസൂലുള്ള, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റബ്ബ് എന്നോട് പറഞ്ഞത്. എന്റെ പ്രവാചകനെ ചോദിച്ച ശേഷം മാത്രമേ അകത്തേക്ക് പോകാവൂ, ചോദിക്കാതെ പോകരുത്. നിങ്ങൾ തന്നെയാണ് ആദ്യ വ്യക്തി എന്റെ റബ്ബ് പറഞ്ഞത്. പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊണ്ടുപോകൂ, ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിട്ടുവരൂ. നിങ്ങൾ ചോദിച്ചു, ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ജീവൻ നീ എടുക്കുമോ? അദ്ദേഹം പറഞ്ഞു, അതെ, എടുക്കും. അപ്പോൾ നിങ്ങൾ ജിബ്രയീലിനെ നോക്കി, മനുഷ്യൻ ഇവിടെ നിന്ന് ചോദിക്കുന്നു, നീ എന്തു പറയുന്നു? ഞാൻ പോകട്ടെയാ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കട്ടെയാ? അപ്പോൾ ജിബ്രയീൽ പറഞ്ഞു, യാ റസൂലുള്ള, അല്ലാഹു നിങ്ങളെ കാണാൻ അത്യന്തം ആഗ്രഹിക്കുന്നു. മുകളിൽ എല്ലാ വേദികളും ഒരുക്കിയിട്ടുണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ. 7 ആകാശങ്ങളിലെ ദൂതന്മാർ എല്ലാവരും. എന്റെ അവസാന വാക്ക് കേൾക്കൂ. നിങ്ങൾ പറഞ്ഞു, നോക്കൂ, ഹസനും ഹുസൈനും വേണ്ടി ഞാൻ കൈ ഉയർത്തിയില്ല. വിഷത്തിൽ വേദനിച്ച് കിടക്കുന്നവനും തല വെട്ടപ്പെടുന്നവനും ഞാൻ കണ്ടു. അവർക്കു വേണ്ടി കൈ ഉയർത്തിയില്ല. നിങ്ങൾ ജിബ്രയീലിനോട് പറഞ്ഞു, പോ, അല്ലാഹുവിനോട് ചോദിച്ചു വരൂ. എന്റെ ശേഷം എന്റെ ഉമ്മത്തിനോട് എന്ത് ചെയ്യും? ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ പാപങ്ങളുടെ കറകൾ നെഞ്ചിലും മുഖത്തും ചുമന്നവരാണ്. പോയി ചോദിച്ചു വരൂ എന്റെ ഉമ്മത്തിനോട് എന്ത് ചെയ്യും എന്ന്. മലകുൽ മൗത്ത് അവിടേക്ക് തന്നെ നിന്നു. ജിബ്രയിൽ പോയി അവിടെ നിന്ന് സന്ദേശം വന്നു, എന്റെ പ്രിയതമേ, ഞങ്ങൾ നിങ്ങളുടെ ഉമ്മത്തിനെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ല. എന്റെ റബ്ബിന്റെ മഹത്വം കൊണ്ട് ഞാൻ സത്യം പറയുന്നു, സമയം തീർന്നിരിക്കുന്നു. ഞാൻ അവസാന വാക്ക് പറയുന്നു. ആ സമയത്ത് എന്റെ നബി അല്ലാഹുവിനെ സമ്മതിപ്പിച്ചില്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ എല്ലാവരും കുരങ്ങും പന്നിയും ആയി തിരിഞ്ഞു നടക്കേണ്ടി വരുമായിരുന്നു. പ്രാർത്ഥനകൾ അർപ്പിക്കൂ ആ കമലിവാനവനു, തന്റെ ഹൃദയം തകർന്നവൻ. ഒരു രാത്രി നിങ്ങൾ വിശപ്പിൽ കിടന്നിരിക്കുന്നു. ഒരിക്കൽ ഇങ്ങനെ, ഒരിക്കൽ അങ്ങനെ. ഹദീസ് ആയിഷയുടെ വീട്ടിൽ ഒരിക്കൽ ഇങ്ങനെ, ഒരിക്കൽ അങ്ങനെ. പിന്നെ അപ്രത്യക്ഷമായി മുന്നോട്ട് പോയി. ആ കട്ടിലിന്റെ മരത്തിൽ വയറു ഇങ്ങനെ വെച്ചു, ഇങ്ങനെ താഴേക്ക് വെട്ടി, ഇങ്ങനെ താഴേക്ക് വെട്ടി. ഹദീസ് ആയിഷ ബുദ്ധിമുട്ടുകൊണ്ട് എഴുന്നേറ്റു.
യാ റസൂലുള്ള, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? വയറിലെ അത്താഴം ഒന്നിച്ചു കൂട്ടുകയായിരുന്നു വിശപ്പിന്റെ ശക്തി കാരണം. പറഞ്ഞു, ആയിഷ്, വലിയ വിശപ്പാണ്. ആയിഷ്, അത്യന്തം വലിയ വിശപ്പാണ്. ആർക്കു വേണ്ടി ഈ സൃഷ്ടി ഉണ്ടാക്കിയോ? ആയിഷ്, വലിയ വിശപ്പാണ്. അപ്പോൾ ഹദീസ് ആയിഷ് കരയാൻ തുടങ്ങി. യാ റസൂലുള്ള, നിങ്ങൾ ഇങ്ങനെ കൈ ഉയർത്തിയാൽ എല്ലാം നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങൾ ചോദിക്കേണ്ടതല്ലേ? പറഞ്ഞു, ആയിഷ്, എന്നു മുമ്പ് എന്റെ സഹോദരന്മാരായ പ്രവാചകർ ഈ ഉപവാസത്തിലാണ് പോയത്. ഞാനും ഈ ഉപവാസത്തിലാണ് എന്റെ റബ്ബിനെ കാണാൻ പോകുന്നത്. എന്റെ പ്രിയരെ, എന്റെ കുട്ടികളെ, യുവാക്കൾ ഇവിടെ ഇരിക്കുന്നു, പെൺകുട്ടികളും ആൺകുട്ടികളും. നിങ്ങളുടെ അടൽ നിങ്ങളുടെ നബിയെ ആക്കൂ, നിങ്ങളുടെ അടൽ ആക്കൂ. നബിയെ നിങ്ങളുടെ മാതൃകയാക്കൂ. നബിയുടെ ഗുണങ്ങൾ പഠിക്കൂ. നിങ്ങളുടെ വീടുകൾ സമാധാനപരമായി നിലനിൽക്കും. സഹിഷ്ണുത പഠിക്കൂ, ക്ഷമിക്കാനറിയൂ.